അല്പസമയം പ്രാർത്ഥനയോടെ നമുക്ക് ദൈവത്തിലായിരിക്കാം. ദൈവത്തിൻ്റെ വചനം അല്പസമയം ധ്യാനിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു. ഫിലിപ്പി ലേഖനം 3-ാം അധ്യായം 10-ാം വാക്യം. If we could turn to Philippians chapter 3 verse 10. That I may know him and the power of his resurrection and the fellowship of his sufferings, being conformed to his death. അപ്പോസ്തലനായ പൗലോസ് ഫിലിപ്പിയ സഭയ്ക്ക് എഴുതുന്ന അനുഗ്രഹിക്കപ്പെട്ട ചിന്തകളാണ് ഈ അധ്യായത്തിൽ നമുക്ക് വായിക്കുവാനായിട്ട് കഴിയുന്നത്. Blessed thoughts written by the apostle Paul in this epistle. ഫിലിപ്പിയ സഭയുടെ ആരംഭം അറിയാവുന്ന ചരിത്രം അറിയാവുന്നവരാണ് ഇവിടെ ഇരിക്കുന്ന എല്ലാവരും ഞാൻ വിശ്വസിക്കുന്നു. I believe that all of you here know the context of the establishment of the church in Philippi. ദൈവം പ്രത്യേക ദർശനം കാണിച്ച് കർത്താവിന്റെ ദാസനാകുന്ന പൗലോസിനെ ഫിലിപ്പിയിലേക്ക് അയക്കുന്നതായിട്ടാണ് നമ്മൾ അപ്പോസ്തലപ്രവൃത്തി 16-ാം അധ്യായത്തിൽ വായിക്കുന്നത്. In the book of Acts chapter 16 we see the apostle Paul receiving a specific vision to be sent by the Holy Spirit to establish a church in the place of Philippi. നമുക്ക് യൂറോപ്പിന്റെ നവീകരണത്തിന് വേണ്ടി യൂറോപ്പിന്റെ മിഷൻ ശക്തീകരണത്തിന് വേണ്ടിയിട്ട് ദൈവം ആദ്യമായിട്ട് ഉപയോഗിക്കുന്നത് പൗലോസിനെയാണെന്ന് നമുക്കറിയാം. And we know that in the land of Europe it is apostle Paul who is being used mightily by God to bring the gospel of Christ. കാരാഗൃഹത്തിന്റെ ഉള്ളറയിൽ ദർശനമെല്ലാം സമാപിച്ചു അവസാനിച്ചു. ഇനി ദർശനത്തിൽ മുന്നേറാൻ കഴിയത്തില്ലെന്ന് ചിന്തിച്ച സാഹചര്യത്തിൽ ദൈവശക്തിയുടെ വ്യാപനം കണ്ട അതിശക്തമായ അനുഭവം പൗലോസിൻ്റെത് ഫിലിപ്പിയിലുള്ള ദൈവസഭയ്ക്ക് അറിയാം. And the people in Philippi, the church of the people in that place called Philippi know that though apostle Paul was imprisoned and jailed and they thought that the vision and the dream had come to an end regarding the work of God, they realized that it is still ongoing. കാരാഗൃഹത്തിന്റെ അടിസ്ഥാനം ഇളകത്തക്കവണ്ണം ദൈവശക്തിയുടെ ഒരു വ്യാപനം അർദ്ധരാത്രിയിൽ ഉണ്ടായതായിട്ടാണ് നമ്മൾ അവിടെ വായിക്കുന്നത്. And we read in those passages that in the middle of the night, though they were in shackles, the very foundations of the prison cells that they were held in began to shake. ആ ജനത്തോട് ദീർഘവർഷങ്ങൾക്ക് ശേഷം കാരാഗൃഹത്തിൽ ഇരുന്നു കൊണ്ട് താൻ പ്രബോധിപ്പിക്കുന്നതാണ് നാം വായിച്ച ലേഖനത്തിലെ പ്രധാന വിഷയങ്ങൾ. And as we read this epistle written to the Philippians, we know that it is a letter written to those people many years later as apostle Paul is in his imprisonment. ഈ 3-ാം അധ്യായത്തിൽ ലോകത്തിൽ എന്തെങ്കിലുമൊക്കെ ആർക്കെങ്കിലും ആത്മീയ വീക്ഷണത്തിൽ പ്രശംസിക്കാനുണ്ടെങ്കിൽ എല്ലാവരെക്കാളും അധികം പ്രശംസിക്കാനുള്ളവൻ ഞാനാണ് എന്ന് പൗലോസ് പറയുന്നുണ്ട്. Apostle Paul reminds them that if there is anyone in this world who has anything to boast, I have more than anybody else. പക്ഷേ ആ പ്രശംസിക്കാൻ ക്രിസ്തു നിമിത്തം പ്രശംസിക്കേണ്ട വിഷയങ്ങളെല്ലാം ചവറം തെണ്ണിക്കൊണ്ട് കർത്താവിൽ അതേ പ്രതീക്ഷ വെക്കുന്ന ഒരു ഭക്തനെയാണ് തുടർന്നുള്ള വാക്യങ്ങൾ വായിക്കുന്നത്. And we see a man of God there in those passages who say, I consider all of these things as a loss for the sake of Christ. അധ്യായത്തിലെ വിഷയങ്ങളെല്ലാം തന്നെ വിശദമായി വ്യാഖ്യാനിക്കപ്പെടുന്ന ഒത്തിരി ചിന്തകളുള്ള ഒരു അധ്യായമാണ്. We know that those passages have a lot of content and we can take a lot of time to meditate and understand. ഈ വായിച്ച വാക്യത്തിലേക്ക് ഞാൻ വേഗത്തിൽ കടന്നു വരാൻ ആഗ്രഹിക്കുകയാണ്. But I would like to come very quickly to the passage that we read. അവിടെ പൗലോസ് പറയാണ് 3 കാര്യങ്ങൾ അനുഭവിച്ചറിയണമെന്ന് പൗലോസ് ആഗ്രഹിക്കുന്ന 3 കാര്യങ്ങൾ ആ വാക്യത്തിൽ പറയുന്നുണ്ട്. In fact, there are 3 things that I want to bring your attention to that apostle Paul says that you must experience and know. അത് എന്തിനു വേണ്ടിയാണ് എന്ന് പൗലോസും ആ കൂട്ടത്തിൽ തന്നെ ഓർപ്പിക്കുന്നുണ്ട്. And within that same passage he reminds them for what purpose they must know these things. വല്ല വിധേനയും മരിച്ചവരുടെ ഇടയിൽ നിന്നൊരു പുനരുത്ഥാനം പ്രാപിക്കേണ്ടതിന് എന്ന് പൗലോസ് പറയുന്നുണ്ട്. Apostle Paul says that if by any means I may attain to the resurrection from the dead. എൻ്റെ വചന ധ്യാനത്തിൽ ആ വാക്കുകൾക്ക് വളരെ പ്രസക്തിയുള്ള ഒരു കാലത്താണ് ഞാൻ നിങ്ങൾ എത്തിയിരിക്കുന്നത്. You and I live in a time and an age where those words have a lot of relevance. ഈ ദിവസങ്ങളിൽ യുദ്ധത്തിന്റെ സാധ്യതകൾ വളരെ ശക്തിപ്പെട്ടുകൊണ്ടിരിക്കുന്ന ദിവസങ്ങളിലാണ്. As you notice the current affairs, you realize that there is many the rumors and word of war. ഒരുപക്ഷേ കർത്താവായ യേശുക്രിസ്തുവിന്റെ പുനരാഗമനം സാധ്യമാകുന്ന ഒരു കാലഘട്ടത്തിൽ ജീവിക്കുന്നവരാണ് ഞാനും നിങ്ങളും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. I completely believe that it is perhaps in our very generation that the return of Christ will happen. ഒരു പുനരുത്ഥാനമെന്ന ഉൽപ്രാവണമെന്ന ഒരു വീക്ഷണം എത്ര പേർക്കുണ്ട് എന്ന് എനിക്കറിയത്തില്ല. And I'm not sure how many of us live with that understanding and recognition that there is a second coming and that we are expecting that very soon. ഈ മനോഹര ദേശത്തിന്റെ നന്മകളൊക്കെ അനുഭവിക്കുവാനാണ് ദൈവം എന്നെയും നിങ്ങളെയൊക്കെ ഈ രാജ്യങ്ങളിലൂടെ നയിക്കുന്നത്. God sent us and planted us in particular
particular places so that we can enjoy the blessings of the land. പക്ഷേ നമ്മുടെ പ്രതീക്ഷ എന്ന് പറയുന്നത് യേശു കർത്താവിന്റെ മടങ്ങി വരവാണ്. But our hope is the return of Christ. യേശുക്രിസ്തുവിന്റെ പുനരുത്ഥാനത്തിന്റെ സാധ്യതകൾ ഈ അടുത്ത ദിവസങ്ങളിൽ സാധ്യമാകാം എന്ന് ഞാൻ ചിന്തിക്കുകയാണ്. And I believe, I'm completely convinced that the coming of Christ is so near. എന്റെ പ്രസംഗ വിഷയം അതല്ലെങ്കിൽ എത്ര പേർ അതിനുവേണ്ടി ഒരുങ്ങുന്നുണ്ട് കരമുയർത്തി കർത്താവിനെ സ്തുതിച്ചാട്ടെ. How many of us are prepared and preparing for the return of Christ? ചിലർ ഇവിടെ സിറ്റിസൺ ആകാൻ വേണ്ടി ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്നവരുണ്ട്. There are some of us who are trying very hard to attain citizenship in this country. സ്റ്റുഡൻസ് ആയിട്ട് വന്നവർ വിസ ചേഞ്ച് ചെയ്ത് കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കണേ പാസ്റ്റർ എന്ന് എന്നോട് പറഞ്ഞ ഒത്തിരി പേരെ എനിക്കറിയാം. I know many people who have come to me and said, please pray for me, I need a visa change so that I can remain in this country. പക്ഷേ നമ്മുടെ പെർമനന്റ് സിറ്റിസൺഷിപ്പ് ഇവിടെ അല്ല എന്നുള്ള കാര്യത്തിൽ ഉറപ്പുണ്ടല്ലോ. But I hope you are convinced and you recognize that our permanent citizenship is not in this world. ഇവിടെ 10 വർഷമായിട്ട് ഓസ്ട്രേലിയക്ക് പോകാൻ വേണ്ടി പ്രാർത്ഥിക്കാൻ പറഞ്ഞ പുള്ളികൾ ഇതിനകത്ത് ഇരിപ്പുണ്ട്. എനിക്കറിയാവുന്നവരുണ്ട് നമ്മുടെ ഇടയിൽ. I also know people who for 10 years have been asking for prayer that they might relocate to a different country. സഹോദരങ്ങളെ, ഞാൻ പറഞ്ഞത് ഇവിടെ എവിടെ ആയാലും ഏത് സാഹചര്യത്തോടെയും നമ്മൾ നടത്തിയാലും നമ്മുടെ ആത്യന്തിക ലക്ഷ്യം യേശു കർത്താവിന്റെ പുനരാഗമനമാണ്. It doesn't matter where we are, it doesn't matter where God has placed us. All I want to remind us this morning is that our ultimate goal, our ultimate hope is the return of Jesus Christ. പക്ഷേ അത് ഈസി ആയിരിക്കുമെന്ന് ആരും ചിന്തിക്കരുത്. But don't be misunderstood. Don't misunderstand. It's not going to be an easy thing. എനിക്ക് അവിടെ പ്രസംഗിക്കാൻ ഇഷ്ടമുള്ള സബ്ജക്റ്റ് അവിടെ ഉണ്ട്. പൗലോസ് പറയും വല്ലവിധേനയും മരിച്ചവരുടെ ഇടയിൽ നിന്ന് പുനരുത്ഥാനം എന്ന് പൗലോസ് പറയുന്നുണ്ട്. Apostle Paul says that phrase there that I like very much. He says, by if any means that we may attain. വല്ലവിധേനയും എന്ന മലയാളം പദം വളരെ ചിന്തിക്കേണ്ട ഒരു പദമാണ്. In fact, that phrase is one that gives a lot of thought. ഈ വിസ ചേഞ്ച് ചെയ്യാനൊക്കെ ആയിരിക്കുന്ന ചില കഴിഞ്ഞ ദിവസം ഞാനും വൈഫും 40 സുവാസമായിരുന്നു ഇവിടെ വന്നതിന് ശേഷം. അപ്പോൾ ഒരു ചർച്ചയിൽ ചെന്ന ഒരു സഹോദരമായ പാസ്റ്ററുകളെ 2 ആഴ്ച കൂടെയുള്ളൂ, ഒന്നീ തിരിച്ചു പോകണം അല്ലെങ്കിൽ വിസ കിട്ടണം. അപ്പം എന്നോട് പറഞ്ഞു എങ്ങനെയും ഒന്ന് പിടിച്ച് നിൽക്കാൻ വേണ്ടി. അത് ഞാൻ ആ പദം അങ്ങനെ വല്ലവിധേനയും ഒന്ന് വിസ അടിച്ച് കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞു. ഞാനും പ്രാർത്ഥിച്ചു. 2 ആഴ്ച കഴിഞ്ഞ് അല്ലെങ്കിൽ 2 ആഴ്ച കഴിഞ്ഞ് എന്നെ വിളിച്ചു പറഞ്ഞു പാസ്റ്റർ ഓക്കെ കിട്ടിയെന്ന് പറഞ്ഞു. My wife and I have been here in this land and we've been here for a couple of months and we've been ministering, and there have been people who have come to me and they're in a situation where their visa is about to run out and they come and tell me, Pastor, you have to please pray for me, you have to pray for us, our family, our visa is about to run out in 2 weeks, so if by any means somehow it would be renewed, somehow there would be a progress in the paperwork. And they came to me afterwards and they said, thank you pastor for your prayers, God has fulfilled that prayer. സഹോദരങ്ങളെ, പൗലോസിന് പുനരുത്ഥാനം എന്ന ചിന്ത വല്ലവിധേനയും എന്ന് തോന്നിയെങ്കിൽ ഞാൻ ഉൾപ്പെടെ പാസ്റ്റർമാർ ഉൾപ്പെടെ നമുക്ക് എത്ര ആയിരിക്കുമെന്നൊന്ന് ചിന്തിക്കുന്നത് നല്ലതായിരിക്കും. See, dear children of God, if someone like the great Apostle Paul was trying to speak to the church and reminding them that the attainment of his hope for resurrection is by any means, that desperation, then how much more you and I in today's age. അത് പറയുമ്പോൾ പൗലോസ് പറയാണ്, എനിക്ക് അതിനെക്കുറിച്ചുള്ള ആഗ്രഹത്തോടെ താൻ പറയുമ്പോൾ പറയാണ്, എനിക്ക് 3 കാര്യം അനുഭവിച്ചറിയണം. And as he speaks about this topic, he says there are 3 things that I wish to experience and know. ഒന്ന്, അവനെ ക്രിസ്തുവിനെ അനുഭവിച്ചറിയണം. That I may know him, that I may know Christ. മറ്റൊന്ന്, അവന്റെ കഷ്ടാനുഭവങ്ങൾ കൂട്ടായ്മ അനുഭവിച്ചറിയണം. The fellowship of his sufferings. അതിൽ മിഡിൽ പറഞ്ഞിരിക്കുന്നതാണ് അവന്റെ പുനരുത്ഥാനത്തിന്റെ ശക്തിയെ അനുഭവിച്ചറിയണം. And in the middle of the 2 he says the power of his resurrection. ഞാൻ ആ ചിന്തയാണെന്ന് പകൽക്കാലം ഒന്ന് വിശദീകരിക്കാനാണ് ആഗ്രഹിക്കുന്നത്. It is that one that I would like to take some time for this morning. പുനരുത്ഥാനത്തിന് വേണ്ടി പ്രതീക്ഷ വെക്കുന്ന ഭക്തൻ പറയാണ്, എനിക്ക് അല്പം കൂടെ അവന്റെ പുനരുത്ഥാനത്തിന്റെ ശക്തിയെ അനുഭവിച്ചറിയണം. The man of God who is here putting his hope that he might somehow attain that resurrection describes here that he wants to know more of the power of resurrection. സഹോദരങ്ങൾ, നിങ്ങൾ ചിന്തിച്ചേ, ആത്മശക്തീകരണത്തിന്റെ ആവശ്യകത ഇനി പൗലോസിൽ ഉണ്ടോ എന്ന് വേണേ നമുക്ക് ചിന്തിക്കേണ്ടതല്ലേ? Perhaps we can ask ourselves the question, does Paul really need to be asking for more of this? പൗലോസിനെ പോലെ പരിശുദ്ധാത്മാവ് ശരീരത്തിൽ ആവഹിക്കപ്പെടുന്ന പ്രവഹിക്കപ്പെടുന്ന ഒരു മനുഷ്യനുണ്ടോ? Is there a man such as Apostle Paul who is able to experience and be filled with the power of the Holy Spirit? 2 Corinthians 12 വായിക്കുമ്പോൾ 3-ാം സ്വർഗ്ഗത്തോളം എടുക്കപ്പെട്ടവൻ എന്ന വിശേഷണ പൗലോസിനെ കുറിച്ച് വേദപണ്ഡിതന്മാർ അഭിപ്രായപ്പെടുന്നുണ്ട്. In the epistle to the Corinthians we read that Apostle Paul is one who is studied by the theologians to be one who is risen up to the 3rd heaven. പൗലോസിന്റെ ശരീരത്തിൽ കിടക്കുന്ന ടവൽ റൂമാൽ കൊണ്ടയിട്ടാൽ
രോഗി സൗഖ്യമാകും. In fact, the very towel, the cloth that was upon Paul, if it was placed upon a sick person, they would be healed. ഞങ്ങളെ പോലുള്ള പാസ്റ്റർമാർക്ക് അറിയാം, ഈ തലയെ കൈവച്ച് പ്രാർത്ഥിച്ച് ശാസിച്ച് കൈയെല്ലാം ഇട്ട് തലയെല്ലാം ആട്ടിയ ഒരു പരുവത്തിനാ ഒരു തലവേദന മാറ്റിയെന്നേ. Servants of God like us know that we have to place our hands and pray and shake them around a little bit so that their headache might be healed. എങ്ങനെയും ഒരു രോഗി സൗഖ്യമാകാൻ വേണ്ടി ബന്ധപ്പെടുക. Because we're just trying somehow that these people who are ill might be healed. പൗലോസിനൊന്ന് ചെന്ന് ശുശ്രൂഷിക്കാൻ ചെന്ന് കൈവെക്കാൻ അവസരമില്ല എങ്കിലും But Apostle Paul, even if he's unable to go to them and be where they are, തന്റെ റൂമാൽ കൊണ്ടയിട്ടാൽ രോഗി സൗഖ്യമാകത്തക്കവണ്ണം വസ്ത്രത്തിൽ ദൈവശക്തി വ്യാപരിക്കുന്ന ഒരു മനുഷ്യനാണ്. he was a man of God who experienced the power such that even the cloth that was upon him, when placed upon a sick person, they would experience the divine power of healing. അഭിഷേകം പരിശുദ്ധാത്മ സാന്നിധ്യം ശരീരത്തിൽ പ്രവഹിക്കുന്ന പൗലോസിനെ പോലെ ഒരാൾ ഈ തലമുറയിൽ ഉണ്ടോ? Is there a person such as Apostle Paul who experiences the extent of the power of God, the power of the Holy Spirit in our generation? പക്ഷേ പൗലോസ് പറയണേ, എനിക്ക് അല്പം കൂടെ പുനരുത്ഥാനത്തിന്റെ ശക്തിയെ ഒന്ന് അനുഭവിച്ചറിയണം. But this great apostle, this great man of God says, I want to somehow know a little more of the power of his resurrection. കാരാഗ്രഹത്തിൽ തന്റെ മരണത്തോടടുക്കുന്ന കാലഘട്ടത്തിൽ സമാപന കാലത്ത് തന്റെ ആഗ്രഹം, എനിക്ക് അല്പം കൂടെ ഈ ആത്മശക്തിയെ ഒന്ന് ടേസ്റ്റ് ചെയ്യണം. See, as he is imprisoned and he's coming to the end parts of his life, the final phases, he knows that his death is approaching. His desire is nothing for this world. He says, somehow, I want to know a little more of the power of his resurrection. ഇന്ന് പകൽ എൻ്റെ സഹോദരങ്ങളെ, നമുക്ക് ഈ ലോകത്തിൽ എന്തെല്ലാം ടേസ്റ്റ് ചെയ്യാൻ അവസരമുണ്ടോ അതിനേക്കാളൊക്കെ അല്പം കൂടെ അധികമായി ആത്മശക്തിയെ ഒന്ന് ടേസ്റ്റ് ചെയ്യുവാൻ എത്ര പേർ താല്പര്യപ്പെടുന്നു? How many of us have a desire than the things of this world that we might experience, that we might taste, that we would experience long, that we would long and desire to experience and taste the power of his resurrection? ഇന്ന് ദൈവാത്മ സാന്നിധ്യത്തിന് ഏൽപ്പിക്കപ്പെട്ടാൽ പരിശുദ്ധാത്മാവിന് നമ്മിൽ വലിയ മാറ്റങ്ങൾ വരുത്തുവാൻ ശക്തിയുണ്ട്. If only we could surrender to the power of the Holy Spirit, the power of his great resurrection would be able to cause transformation in you and I. എഫെസ്യലേഖനം 1-ാം അധ്യായത്തിൽ പൗലോസ് എഫെസോസിലെ സഭയ്ക്ക് ലേഖനം എഴുതുമ്പോൾ, when Apostle Paul writes the epistle to the church in Ephesus, in chapter 1 of Ephesians we read, അവിടെ അവർ അനുഭവിച്ചറിയണമെന്ന് പൗലോസ് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന 3 പ്രധാനപ്പെട്ട പ്രാർത്ഥനാ വിഷയങ്ങളുണ്ട്. there are 3 things that he prioritizes in terms of regarding prayer. അതിൽ മൂന്നാമത്തേത് വിശ്വസിക്കുന്നവർക്ക് വ്യാപരിക്കുന്ന അവരുടെ ശക്തിയുടെ അളവറ്റ വലിപ്പം ഇന്ന് നിങ്ങൾ അറിയേണ്ടതിന് പ്രാർത്ഥിക്കുന്നത് പൗലോസ് പറയുന്നു. Apostle Paul says, one of the things that I pray for is that you who believe would experience the immeasurable greatness of the power of God. 1:19 വായിക്കുന്നത്, വിശ്വസിക്കുന്നവർക്ക് വേണ്ടി വ്യാപരിക്കുന്ന ആ ആത്മശക്തിയെ കുറിച്ച് പൗലോസ് നിങ്ങൾ അറിയണമെന്ന് ആഗ്രഹിക്കുകയാണ്. Apostle Paul says that you would understand the exceeding greatness of the mighty power of God at work within you. ലോകത്തിൽ എഫെസോസുകാരുടെ ദേശത്ത് വ്യാപരിക്കുന്ന അതിമേശന്ന ദേവശക്തിയെ കുറിച്ച് അവർക്കാർക്ക് അറിയാം. The people in Ephesus know about the god Artemis, the power of the demonic or the evil god. ഈ ലോകത്തിൽ വ്യാപരിക്കുന്ന ആത്മമണ്ഡലങ്ങളിൽ വ്യാപരിക്കുന്ന ഒത്തിരി ശക്തികളുണ്ട്. There are many powers that, hallelujah, manifest in the spiritual realm. എന്നാൽ ഇന്ന് പകൽ നമ്മിൽ വ്യാപരിക്കുന്ന ശക്തി, ആ ശക്തികൾക്കൊക്കെ എത്രയോ മീതയാണെന്ന് തിരിച്ചറിയുന്നവരാണ് ഭാഗ്യവാന്മാർ. But how about us if we could only recognize the exceeding greatness of the power that is at work within you and I? ഇന്ന് പകൽക്കാല സഹോദരങ്ങളെ, ആത്മശക്തിയുടെ അനുഭവം ശരീരത്തിൽ ഏറ്റെടുക്കുവാൻ എത്ര പേർ ഒരുക്കമുണ്ട് എന്നാണ് എനിക്ക് ചോദിക്കുവാനുള്ളത്. The question I have is, how many of us are prepared? How many of us have desire to experience this great power within us? പരിശുദ്ധാത്മ സാന്നിധ്യം നമ്മുടെ മേൽ വന്നാൽ വലിയ മാറ്റങ്ങൾ നമ്മിൽ സംഭവിക്കാനിടയായി തീരും. If the power of the Holy Spirit comes in us, there would be great transformation. ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞു മുമ്പോട്ട് പോകട്ടെ. Let me tell you an example as I move forward. ലൂക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായം വായിക്കുമ്പോൾ, In the Gospel of Luke chapter 1, 26 മുതലുള്ള വാക്യത്തിൽ from verse 26 we read, ഗബ്രിയേൽ ദൂതൻ മറിയയുടെ അടുക്കൽ വരുന്നതിനെ കുറിച്ച് പറയുന്ന അധ്യായമാണ്. it's a passage where we see the angel Gabriel coming to Mary. 6 മാസങ്ങൾക്ക് മുമ്പ് ആ ദൂതൻ
സെഖരിയാവിന്റെ അടുക്കൽ വന്നതായിട്ട് പറയുന്നുണ്ട്. 6 months prior, we read that that same angel had appeared before Zechariah. 6 മാസത്തിന് ശേഷം മറിയയുടെ അടുക്കൽ ദൂതൻ വരികയാണ്. And now 6 months later, the same angel comes to Mary. ആ ഭാഗത്ത് വായിക്കുന്ന മറിയയോട് പറയുന്നു, നീ ഗർഭം ധരിച്ച് ഒരു മകനെ പ്രസവിക്കും. And to Mary, the message is given by this angel: you will conceive and bear a child. അവന് യേശു എന്ന് പേരിടണം. You will name him Jesus. അവൻ വലിയവനാകും. He will be great. ദാവീദിന്റെ സിംഹാസനം അവന് ദൈവം കൊടുക്കും. God will give him the line of the king of David. അവിധത്തിൽ ശക്തമായ ഒരു സന്ദേശം മറിയയോട് ഗബ്രിയേൽ ദൂതൻ പറയുകയാണ്. A powerful message and prophecy that is handed over by the angel. അധ്യായത്തിൽ 34 വാക്യമുണ്ട്. But in verse 34 we notice something. ലൂക്കോസ് 1:34. Luke 1 verse 34. അവിടെ ഇങ്ങനെ വായിക്കുന്ന മറിയ ദൂതനോട് ചോദിക്കുകയാണ്. This is what Mary asks the angel. ഞാൻ പുരുഷനെ അറിയായികയാൽ അതെങ്ങനെ സംഭവിക്കും? She says, how can this be, seeing that I have not known a man? സെഖരിയാവിനോട് പറഞ്ഞ ദൂതിന് സാധ്യതകളുള്ള ദൂതാണ്. The message that was given to Zechariah is one with perhaps potential or possibility. പ്രായം ചെന്നു എന്നുള്ളതേ ഒരു തടസ്സമുള്ളൂ. In fact, the only barrier is age. പക്ഷേ മറിയയോട് പറഞ്ഞ ദൂത് വ്യത്യസ്തമാണ്. ഇവൾ വിവാഹ നിശ്ചയം കഴിഞ്ഞിട്ടേ ഉള്ളൂ. Because what we notice is that the message to Mary is very distinct. It's different to that given to Zechariah. She is a woman who is only betrothed. She is a virgin who has been betrothed for marriage, and to her the message is given by the angel: you will conceive and bring forth a child. In the history of the world, there has never been and there never will be such an incident. ഇന്നത്തെ പോലെ വിദ്യാഭ്യാസം ഒന്നും ഇല്ലാത്ത കാലമാണെങ്കിലും മറിയ ഒരു ചോദ്യം ചോദിച്ചു, പുരുഷനെ അറിയായികയാൽ അതെങ്ങനെ സംഭവിക്കും? And though Mary did not have the understanding and the knowledge that we have nowadays, she asked a very valid question: how can this be, seeing that I have not known a man? എൻ്റെ പഠനത്തിൽ എനിക്ക് തോന്നി ഉത്തരം മുട്ടി ഞങ്ങളെ പോലെ പാസ്റ്റർമാര് ഈ വിഷമിച്ച പോലൊന്നും ദൂതൻ വിഷമിച്ചില്ല. When I was meditating on this, thought to myself that perhaps the angel would not have been anxious by this question, such as the servants of God as us. ഗബ്രിയേൽ ദൂതൻ മറുപടി പറഞ്ഞു. The angel Gabriel responded, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും. the Holy Spirit will come upon you. അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ നിഴലിടും. The power of the highest shall overshadow you. അപ്പോൾ ഉത്ഭവിക്കുന്ന വിശുദ്ധ പ്രജ ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടും. And the child that is conceived from the power of God that you will bear will be called the Son of the Most High. ഇതെങ്ങനെ സംഭവിക്കുമെന്ന് ചോദിച്ചവളോട് ദൂതൻ പറയാണ്. When this woman asked, how can this be, the angel responds, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും. the power of the Holy Ghost will come upon you. അപ്പോൾ ഒരു ഉത്പാദനം ഉണ്ടാകും. Then there will be a conception. ഇന്ന് മേൽ പരിശുദ്ധാത്മാവിന് അതേ ദൂതൻ നമ്മോട് പറയാറുണ്ട്. The same message that the Holy Spirit wants to hand to you today. ഇതെങ്ങനെ സംഭവിക്കുമെന്ന് ചോദിക്കുന്ന ചോദ്യങ്ങളുടെ നടുവിൽ, In those moments where you ask the question, Lord, how can this be? സാധ്യതയില്ലെന്ന് ബുദ്ധി പറയുന്ന വിഷയത്തിൽ, To those things where you think and say, Lord, there is no possibility. സാധ്യതയില്ലെന്ന് ചുറ്റുപാടുള്ളവർ പറയുന്ന സാഹചര്യത്തിൽ, When those around you say it is impossible, പരിശുദ്ധാത്മാവിന് ചില ചെയ്യാൻ പദ്ധതിയുണ്ട്. there is something that the Holy Spirit wants to do through you. പരിശുദ്ധാത്മാവിന് അസാധ്യമെന്നൊരു മേഖലയില്ല. There is no such word as impossible as far as the Holy Spirit is concerned. Hallelujah! 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 Rekena ba shantara kalara bara bara baude. Rekena bara ba shantare kalara bara bara baude. Rekena bara ba shantara bara bara ba shantare. Hallelujah, Jesus. Oh, we thank you, Lord. We thank you, Lord. We thank you, Lord. Hallelujah. Thank you, Jesus. ഇന്ന് പല സഹോദരങ്ങളെ വിശ്വസിക്കണം, ആ ആത്മാവിന്റെ ആഴത്തമായ ഒരു തലം ഇന്ന് പകൽ എന്നിലും നിങ്ങളിലും ഉണ്ട്. I want you to understand something as we meditate this passage today. The person of the Holy Spirit resides in you and I. അന്ന് പരിശുദ്ധാത്മാവ് അവളുടെ മേൽ നിഴലിട്ടതേ ഉള്ളൂ. Back then we read in this passage that the power of the Holy Spirit had only overshadowed her. വേറെ ശാസ്ത്രപരമായ തന്നെ ഷാഡോ നിഴലിടിയിലേ അവിടെ ഉണ്ടായുള്ളൂ. Theologically we understand that there was an overshadowing of the Holy Spirit. അത് മറ്റ്
സമൂഹങ്ങൾ നാം ഒക്കെ വിട്ടുപോകുന്ന പള്ളികളിലൊക്കെ പഠിപ്പിക്കുന്നതിനേക്കാൾ വ്യത്യസ്തമായ പഠനമുള്ളതാണ് പെന്തിക്കോസിന്റെ പഠനം. In many of the other nominal Christian churches, they have certain teachings, but we have a very distinct teaching within the Pentecostal church. കൃപ ലഭിച്ചവളാ, കൃപ നിറഞ്ഞവളല്ല. Mary is one who received the grace of God, not one who was full of the grace of God. അതുകൊണ്ടാ പെന്തിക്കോസ് നാളിൽ അപ്പോസ്തലൻ ഒന്നാം അധ്യായത്തിൽ കൂടിയിരുന്ന 120 പേരിൽ ഒരാൾ മറിയാണെന്ന് ആത്മാവ് എടുത്തെഴുതാൻ വിട്ടുപോകാതിരുന്നത്. And that's why there was no mistake by the Holy Spirit when the records were written in the book of Acts that among the 120 in the upper room, Mary was one among them. അപ്പോൾ പരിശുദ്ധാത്മ നിറവ് മറിയയിലും ആളത്വമായി വെളിപ്പെടേണ്ടത് ആവശ്യമായിരുന്നു എന്നുള്ളത് പരിശുദ്ധാത്മ തിരുവചനത്തിലൂടെ ഓർപ്പിക്കുന്നുണ്ട്. And so the Holy Spirit reminds us through the scriptures that there was a requirement that Mary would be filled with the Holy Spirit. ഇന്ന് പകൽ ഞാൻ വിശ്വസിക്കുന്നു, ഇവിടെ എനിക്ക് ഭയങ്കര സന്തോഷമൊന്നും ഞാൻ അതിനെക്കുറിച്ച് പറയാൻ സമയമില്ലാത്തതുകൊണ്ട് നിങ്ങളുടെ വർഷിപ്പ്, നിങ്ങളുടെ എല്ലാ സെക്ഷനും ഇവിടെ ഞാനിപ്പോൾ ഇവിടെ ഒത്തിരി പല സഭകളിൽ പോയില്ലേ, ഭയങ്കര ഹാപ്പിയാണ്, ഭയങ്കര സന്തോഷം തോന്നി. വളരെ അനുഗ്രഹിക്കപ്പെട്ട ദൈവം നിങ്ങളെ ഇതിൽ 100 മടങ്ങ് വർദ്ധിപ്പിക്കട്ടെ. Hallelujah. Amen. ഓക്കെ, ഞാൻ പറഞ്ഞത് സഹോദരം, നമ്മളിൽ ഇന്ന് പകൽക്കാലം ആത്മാവുണ്ട്. See, what I want to remind you is that we have the Holy Spirit in us. I need to have the understanding that the person of the Holy Spirit resides in me. Do you not believe that? Is not the Holy Spirit as a person within us? If that be the case, then the person of the Holy Spirit wishes to do great and marvelous things through you that you may consider as impossible. ഇതെങ്ങനെ സംഭവിക്കുമെന്ന് ചോദിക്കുന്ന ചോദ്യങ്ങളുടെ മറുപടി പരിശുദ്ധാത്മാവ് ഇന്ന് മകൻ പറയുന്നു. ആത്മാവ് നിന്നിൽ ശക്തമായി വ്യാപരിച്ചാൽ ആ പ്രതിസന്ധി മാറാൻ പോകുകയാണ്. To those situations that you look before you and you say, Father, how can this be? This looks like an impossibility. I see no way before me. The Holy Spirit says nothing is impossible with God. ഇന്ന് പകൽ പരിശുദ്ധാത്മാവിനെ കഴിയാത്ത ഒരു കാര്യമില്ല. There is nothing that is unachievable by the Holy Spirit. അസാധാരണമായ ചില ദൈവപ്രവൃത്തി ചെയ്യാൻ പരിശുദ്ധാത്മാവിന് പകൽ പദ്ധതിയുണ്ട്. There are some extraordinary things that the Holy Spirit wishes to complete and fulfill. ഈ പഴയ നിയമത്തില് മോശെ എന്ന് പറഞ്ഞ ഭക്തൻ ഒരു ചോദ്യം ദൈവത്തോട് ചോദിക്കുന്നുണ്ട്. There is a question posed to God by a man of God named Moses in the Old Testament. സംഖ്യാപുസ്തകം 11-ാം അധ്യായമാണ് അതിന്റെ കാര്യങ്ങൾ പറയുന്നത്. In Numbers chapter 11 we can read the context of that passage. മോശയിലുള്ള ആത്മാവിനെ എടുത്ത 70 പേരിലേക്ക് വിഭാഗിച്ചു കൊടുത്ത കാര്യം പറയുന്ന ഒരു അധ്യായമാണത്. And it is a chapter in which we read that the spirit that was upon Moses was divided and poured upon 70 others. നിങ്ങൾ ചിന്തിക്കരുത് പരിശുദ്ധാത്മാവ് മുഴുവൻ അന്ന് മോശയിലായിരുന്നു, വേറെ പരിശുദ്ധാത്മാവില്ലായിരുന്നു, അതുകൊണ്ട് മോശയിലുള്ളതെന്ന് ഇച്ചിരി എടുത്ത് കൊടുത്താണെന്ന് ചിന്തിക്കരുത്. Do not have any misunderstandings or misconceptions. The Holy Spirit is one and was upon Moses. Don't think that it was split and there are many. That's not the case. പരിശുദ്ധാത്മാവിന്റെ അല്പമാണ് മോശയ്ക്ക് അത് കിട്ടിയത്. There was a certain amount of the Holy Spirit, a little experience of the Holy Spirit that Moses had. ഇവിടെ ത്രിത്വ പഠനത്തെക്കുറിച്ചുള്ള ഒരു വിഷയം കേട്ടപ്പം ട്രിനിറ്റിയെ കുറിച്ച് പഠിക്കും. പിതാവിനുള്ള പോലെ പുത്രനും, പുത്രനുള്ള പോലെ പരിശുദ്ധാത്മാവിനും ദൈവത്വവും ആളത്വവും ദൈവമഹത്വവും തുല്യമാണെന്ന നമ്മുടെ പഠിപ്പിക്കല്. I was glad when I saw that there's a workshop coming up teaching about the Trinity. We know as believers that the person of that the concept of the Trinity is such that the Father, the Son and the Holy Spirit are equal in divinity, they are equal in person, they are equal in glory and they are equal in grace. പരിശുദ്ധാത്മാവ് ഈ ചർച്ചിൽ ഇവിടെ ഉള്ളപ്പോൾ മാഞ്ചസ്റ്ററിൽ എത്ര സഭയുണ്ടെന്ന് എനിക്കറിയത്തില്ല, നിങ്ങൾക്കും അറിയാവുന്ന എനിക്കറിയത്തില്ല. I don't know if you guys know how many churches there are in Manchester. നിങ്ങൾക്ക് പലർക്കും അറിയാൻ വയ്യാത്ത അത്രയും ചർച്ച് മാഞ്ചസ്റ്ററിലുണ്ടെന്നാണ് എൻ്റെ ചിന്ത. I believe that there are more churches than you're aware of in Manchester. യുകെയിൽ എത്ര സഭയുണ്ടെന്ന് എനിക്കറിയത്തില്ല. I have no idea how many churches in the UK. നമ്മൾ ആരും അറിയാത്ത ഏതെങ്കിലും ഒരു കോണിൽ 10 പേരിരുന്ന ഒരു ചർച്ചായിട്ട് ആരാധിക്കുന്നുണ്ടെങ്കിൽ ഇവിടെ വ്യാപരിക്കുക ഇതേ പരിശുദ്ധാത്മാവ് ഒരു കുറവില്ലാതെ അവിടെ വ്യാപരിക്കുക. See, if there are 10 people gathered together in some corner that no one knows, that nobody's recognized, but they are waiting and seeking the presence of God, the same power of God, the same Holy Spirit that is among us is also present among them. പരിശുദ്ധാത്മാവും സർവ്വവ്യാപിയായ ഒരു ദൈവത്തിന്റെ ആളത്വം തന്നെയാണ്. The Holy Spirit is also a person of the being of God that is omnipresent.
പക്ഷേ മോശയ്ക്ക് ഒരു സംശയമുള്ളത് നിവാരണം ചെയ്യാൻ ദൈവം പദ്ധതിയിട്ടപ്പോൾ But a question that a query that Moses raises when God proposes the plan to pour out the Spirit upon the others. ദൈവം മോശയോട് പറഞ്ഞു, നീ സമാഗമന കൂടാരത്തിൽ വരണം. God spoke to Moses and said, come to the tabernacle. നിന്റെ 70 പേരുടെ ഒരു ലിസ്റ്റ് ഒക്കെ കൊടുത്തു പറഞ്ഞു അവരെയും കൂടാരത്തിലേക്ക് വിളിക്കണം. And God gave him a list of 70 appointed men and asked them also to join him at the tabernacle. ദൈവം പറഞ്ഞു, നിന്റെ ആത്മാവിൽ ശകലം എടുത്ത് ഞാൻ അവർക്ക് കൊടുക്കാൻ പോവാ. And God said, I will take from the spirit that you have and share it, distribute it among them. ആദ്യമായിട്ട് വായിക്കുന്നത് മോശയിൽ നിന്ന് ആത്മസാന്നിധ്യം അല്പം കൊടുത്തതിന്റെ അടയാളമായി അവർ 70 പേരും പ്രവചിച്ചു. And as an example, as a sign that the power of the Holy Spirit had been poured out upon those 70 appointed men is that they all began to prophesy. പിന്നെ അവർ പിന്നെ പ്രവചിച്ചില്ലെന്ന് തന്നെയാണ് എഴുതിയിരിക്കുന്നത്. And it says that they did not prophesy after that. 68 പേരെ കൂടാരത്തിൽ വന്നോളൂ, സമാഗമന കൂടാരത്തിൽ വന്നു, 2 പേർ അവരുടെ കൂടാരങ്ങളിലായിരുന്നു, ആ വീട്ടിലിരുന്ന് അവർ പ്രവചിച്ചെന്ന് എഴുതിയിരിക്കുന്നത്. It says that 68 of those appointed men joined at the tent of meeting, but there were 2 others who were appointed who were in a separate tent of their own, but they also had the same experience. അത് പറയാൻ വേണ്ടി ആ സംഖ്യാപുസ്തകം 11-ാം അധ്യായത്തിൽ ദൈവാത്മാവ് രേഖ ചെയ്തപ്പോൾ അവിടെ ഒരു ഭൗതിക കാര്യം കൂടെ ദൈവം അവരുടെ ബോധ്യതയ്ക്ക് വേണ്ടി കൊടുത്തു. And as these records were written in the book of Numbers chapter 11, there is a very specific detail that the Holy Spirit did not miss to include. അവരുടെ പരാതി, ഞങ്ങൾ ഇറച്ചിക്കലങ്ങളുടെ അടുക്കലായിരുന്നു പണ്ട് മിസ്രൈമിൽ, ഞങ്ങൾക്ക് ഇപ്പോൾ തിന്മാൻ ആരിറച്ചി തരും? അതാണ് അവരുടെ ചോദ്യം. A question, a complaint that they have. They said, we used to be close to the pots of meat back in Egypt, but now who will give us food that we should eat? 11-18 വാക്യത്തിൽ ദൈവം മോശയോട് പറയുകയാണ്, നീ ജനത്തോട് പറ, ഞാൻ നിങ്ങൾക്ക് തിന്മാൻ ഇറച്ചി തരും. In chapter 11 verse 18, God says to Moses, tell the people that I will give you meat to eat. നീ ജനത്തോട് പറ, നാളത്തേക്ക് നിങ്ങളെ തന്നെ ശുദ്ധീകരിപ്പീൻ, എന്നാൽ നിങ്ങൾ ഇറച്ചി തിന്നും. And God says, purify yourselves, for tomorrow I will feed you with meat. താഴോട്ട് വാക്യം വായിക്കുമ്പോൾ മോശയോട് ദൈവം പറയാ, 1 ദിവസമല്ല, 2 ദിവസമല്ല, 5 ദിവസമല്ല, 10 ദിവസമല്ല, 20 ദിവസമല്ല, 1 മാസം മുഴുവനും ഞാൻ നിങ്ങൾക്ക് തിന്മാൻ ഇറച്ചി തരും എന്ന് പറയുക. And in fact, God speaks to Moses and said, tell the people who have been complaining that I'm going to provide them with meat, not for 1 meal, not for 1 day, not for a week or 2, but for an entire month. I will give them as much as they need. നിങ്ങൾ ആ വാക്യം വായിച്ചിട്ടില്ലാത്തൊരു ശ്രദ്ധിച്ചൊരു വീട്ടിൽ പോയി 10-15 പ്രാവശ്യം ഒന്ന് വായിക്കണം. ഞാനൊരു 10-16 പ്രാവശ്യം അടുപ്പിച്ചിരുന്ന് വായിച്ചു നോക്കിയ കാര്യം, ദൈവത്തിന് തെറ്റിയിട്ടക്കാരെ എഴുതാൻ നമ്മുടെ മലയാളത്തിന് എൻ്റെ പ്രിന്റിംഗ് മിസ്റ്റേക്ക് ആണ് എൻ്റെ ബൈബിളിനെ അല്ലെന്നേ. എല്ലാ ട്രാൻസ്ലേഷനിലും അങ്ങനെ തന്നെ ദൈവം പറയും, 1 ദിവസമല്ല, 2 ദിവസമല്ല, 5 ദിവസമല്ല, 10 ദിവസമല്ല, 20 ദിവസമല്ല, 1 മാസം മുഴുവൻ ദൈവം വ്യക്തമായി എടുത്തു പറയുക. In fact, I read that passage over and over because I thought there must have been some sort of mistake, because I was a bit confused as to why it was specified so clearly, because the Holy Spirit spoke. God spoke to Moses and said, it's going to be for a whole month. It's not going to be for 1 day or 2 days or 5 days, not 10 or 20. It's going to be for a whole month. സഹോദരങ്ങളെ, 1 ദിവസം കൊടുക്കുന്നത് പോലെ ഒരു അത്ഭുതമാണ്. Even providing for 1 day is a great miracle. സ്തോത്രം. നമ്മൾ ഈ 1 ദിവസത്തെ ആഹാരമൊക്കെ കഴിച്ചിട്ടുള്ളവരല്ലേ? We are people who have eaten food for a day, are we not? എൻ്റെ മനസ്സിലേക്ക് വരും, നമ്മളൊക്കെ കേരളത്തിൽ നിന്നൊക്കെ പോകുന്നവരല്ലേ, കേരളത്തിലെ പഴയ മാസയോഗങ്ങളൊക്കെ സംബന്ധിച്ചിട്ടുള്ളവരുണ്ടെങ്കിൽ അറിയാം. And we're all individuals who come from the culture in Kerala, and many of you know who have been able to experience and participate in the communal meetings. മാസയോഗം എന്ന് പറഞ്ഞാൽ മാസയോഗം കഴിഞ്ഞൊരു ഊണുണ്ട്, അതാണ് പ്രശ്നം. The thing about this special meeting that they have every month is that they have a feast, a love feast at the end of the meeting. മാസയോഗം എന്ന് പറഞ്ഞാൽ അതാണ്, അല്ലാതെ കൂട്ടത്തേക്കാൾ കൂടുതൽ ഒരുമിച്ച് കൂടി ആഹാരം കഴിപ്പാണ്. In fact, the main highlight is this, the love feast, the fellowship that they have afterwards. പക്ഷെ ഞങ്ങൾക്കൊക്കെ അനുഭവം ഉണ്ടായിട്ടുണ്ട്. ഈ പ്രസംഗം വചനം ധ്യാനിച്ചപ്പോൾ ഞങ്ങൾക്ക് അനുഭവം ഉള്ളതുകൊണ്ടാണ് അങ്ങനെയൊക്കെ സംസാരിക്കാൻ പോകുന്നത്. I'm just sharing my experience as I speak from the word. അപ്പോൾ ഈ കാലത്തെ മാസയോഗത്തിന് ഫുഡ് ഉണ്ടാക്കുന്ന കഴിഞ്ഞ മാസയോഗത്തിന് എത്ര പേർ വന്നു എന്ന് അറിഞ്ഞുകൊണ്ടാണ്.
In fact, the way that we prepare food for the coming meeting is by calculating and estimating based on the previous ഒരു meeting. 250-300 പേര് കഴിഞ്ഞ മാസയോത്തിന് വന്നെങ്കിൽ ഒരു 10-25 പേർ കൂടെ കൊടുക്കത്തക്കവണ്ണം ആണ് നമ്മൾ ഭക്ഷണമൊക്കെ ഉണ്ടാക്കുന്നത്. If we had so many people come last time, then this time we prepare and plan so that there will be the same number plus a little extra. അന്നൊക്കെ നേരത്തെ ഒരുമിച്ചിരുന്ന് ഉണ്ടാക്കുകയല്ലേ, നേരത്തെ ഇറച്ചിയൊക്കെ മേടിച്ച് മീനൊക്കെ തലേദിവസം എല്ലാം ഉണ്ടാക്കി വെക്കുക. In fact, we have to prepare all the food ahead of time, and we need to make sure it's going to provide for everyone. പക്ഷെ അന്ന് ഒരു പൊതു അവധിയായിട്ട് എളുപ്പം ഒരു 50 പേരോട് കൂടുതൽ വന്നിരിക്കട്ടെ. But let's suppose that on that particular day there's an extra 50 people who show up that are unaccounted for. ഞങ്ങൾക്ക് അനുഭവം ഉണ്ടായിട്ടുണ്ട്. These are experiences that have happened. ഉടനെ 10-10:30 ആകുമ്പോഴത്തേക്ക് എല്ലാവരും വന്ന് അറിയത്തുള്ളൂ. ഉടനെ പാസ്റ്റർ അടുത്ത് ഞങ്ങളുടെ അടുത്ത് പാസ്റ്റർ എന്തോ ചെയ്യും, 50 പേര് കൂടുതലുണ്ടെന്ന് പറഞ്ഞ് ഓടി സെക്രട്ടറി ഓടി വരും. And by the time it's 10 or 10:30, that's when we realize that there are some extra people who are in attendance today, and all of a sudden those in responsibility will come and say, Pastor, what will we do? There are some extra people, we don't have sufficient food. അരി ഇട്ടുകൊണ്ടിരിക്കുകയായതുകൊണ്ട് പറയും ഒരു ചെമ്പ് അരിയും കൂടെ ഒരു പറ അരിയും കൂടെ ആഡ് ചെയ്ത് ഒരു അവസാനത്തേക്ക് അത് വെന്തോളും. And as they're preparing the food, we say just add some extra portion so that it will be prepared and ready by the time the meeting's over. കഞ്ഞിക്ക് വെള്ളമുള്ളതുകൊണ്ട് സാമ്പാർ അഡ്ജസ്റ്റ് ചെയ്യാം. And because ഓക്കെ, അതൊരു വഴിയാണ്. പക്ഷേ ഇറച്ചിയുടെ മീൻ്റെ കാര്യം വരുമ്പം എന്തോ ചെയ്യുന്ന അറിയത്തില്ല. See, we can adjust with the curries because we can dilute them with water, but what would you do about the meat, the fish and the chicken? ഞങ്ങളൊക്കെ ഈ ബൈബിൾ സ്കൂളിൽ പോയപ്പം എല്ലാ പണിയും പഠിപ്പിച്ചാ വിട്ടേ. When we went to Bible school, they taught us all these things. വിളമ്പാനും അറിയാം, വെക്കാനും അറിയാം, കഴിക്കാനും അറിയാം, പ്രസംഗിക്കാനും അറിയാം. We know how to serve, we know how to cook, we know how to preach, and we know how to serve. അപ്പൊ എന്നെ പോലുള്ള പാസ്റ്റർമാർ ഒരു പേടിക്കണ്ട, ഇറച്ചി മീൻ ഞങ്ങളേറ്റെന്ന് പറയും വിളമ്പാൻ. And the pastors, the leaders will say, don't worry about the meat. The pastors, we will take care of it. Don't worry, we will serve ഈ it. വന്നവർക്ക് എല്ലാവർക്കും കൊടുത്ത് കലവറയിലുള്ളവർക്ക് വിളമ്പുന്നവർക്കും കൂടെ മിച്ചം വെച്ചൊരു വിളമ്പുണ്ട്. And there is a special kind of serving in which everybody who comes will have a specific portion to have, and there's a leftover for those in the kitchen, for those who are working as well. ഞാൻ വേറെ ദിവസം പഠിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി കർത്താവ് അതുകൊണ്ടാ പറഞ്ഞതേ ഒരു ദിവസത്തേക്ക് ഒരു വിളമ്പല്ല. And that, I feel like that is why God specified when he spoke to Moses, we're not talking about a serving for just one day. 2 ദിവസത്തേക്ക് 5 ദിവസത്തേക്ക് 10-20 ദിവസത്തേക്ക് കൊടുത്ത് താൽക്കാലികമായി കൊടുത്ത് നിർത്താൻ പോകുമല്ല. In fact, God wanted to emphasize and reiterate, saying that it's not for 5 days, it's not for 10 days. I'm not going to satisfy you for 20 days and provide a temporary solution. പക്ഷേ മോശയ്ക്ക് ഒരു സംശയം. മോശ ദൈവത്തോട് ചോദിച്ചു. But Moses here proposes a query. ദൈവമേ, ഈ ജനത്തിന് മതിയാകും വണ്ണം ഈ മരുഭൂമിയിൽ കൊടുക്കുവാൻ നീ ആടുകളെയും കാളകളെയും എവിടെ നിറക്കും? And Moses asked God, Lord, how will you provide sufficient meat for these people for a month? Where will you bring the sheep, the goat, and the cattle from in this wilderness? ഇവർക്ക് മതിയാകും വണ്ണം കൊടുക്കുവാൻ നീ സമുദ്രത്തിൽ നിന്ന് മത്സ്യത്തെ പിടിച്ചുകൂട്ടുമോ? Will you gather the fish of the sea such that they would be able to feast until they're satisfied? സഹോദരങ്ങളെ, നിങ്ങൾ ചിന്തിക്കണം, അത്ഭുതങ്ങളിൽ അവിശ്വാസമുള്ള ഒരു മനുഷ്യരല്ല മോശ. You need to understand who Moses is. He's one who has experience in miracles. മോശയുടെ കൈ അകത്തും പുറത്തു വിട്ടാൽ അത്ഭുതമാണ്. If Moses puts his hand within and outside of his cloak, it is a miracle. അവന്റെ വടി വെള്ളത്തിൽ തൊട്ടാൽ ഒരു അത്ഭുതമാണ്. If his staff touches the water, there are miracles. അത് ഭൂമിയിൽ മണ്ണിൽ അടിച്ചാൽ അന്തരീക്ഷത്തിൽ അടിച്ചാലൊക്കെ അത്ഭുതങ്ങളുടെ പെരുമഴ കണ്ടിട്ടുള്ള മനുഷ്യനാ മോശ. Moses is one who has a staff in his hands that contain and deliver the power of God, such that when he strikes it on the ground, when he lifts it to the air, he has seen the miracles of God. ദൈവീക അത്ഭുതങ്ങളിൽ അല്പം പോലും സംശയമില്ലാത്ത മനുഷ്യനാണ് മോശ. A man of God who has not a single sliver of doubt regarding the miracles of God. പക്ഷേ മോശ ചോദിക്കുക, ദൈവമേ, ഈ പ്രത്യേക സാഹചര്യത്തിൽ അങ്ങക്ക് എന്തോ ചെയ്യാൻ കഴിയും? But Moses asks a question, Lord, what could you possibly do in this particular circumstance? ദൈവീക അത്ഭുതങ്ങളെ അനുഭവിച്ചിട്ടുള്ള സഹോദരങ്ങളെ, നീ വന്നെത്തിയിരിക്കുന്ന ഈ സാഹചര്യത്തിൽ എങ്ങനെയെന്ന് ചോദിക്കുമ്പോൾ എന്റെ ദൈവത്തിന് അവിടെ ചില ചെയ്യാൻ പദ്ധതിയുണ്ടെന്ന് ഇന്ന് തിരിച്ചറിയണം. My brothers and sisters, those of you who have experienced the touch and the miracle of God in your lives, when you're faced with a new challenge and you ask him, Lord, how can this be? What can you do? How will I move forward? The Holy Spirit says there is still more that the Lord has prepared for you. അതിന് 31-ാമതൊരു വാക്യം
വാക്യമുണ്ട്. അനന്തരം യഹോവ അയച്ചൊരു കാറ്റ് കടലിൽ നിന്ന് കടൽ വഴി ഇസ്രായേൽ പാളയത്തിലേക്ക് ഊതി. And we read in verse 31, there was a great wind that went out from the Lord, and it brought quail from the sea. സാധാരണ കാറ്റൊക്കെ അടിച്ചാൽ എവിടുന്ന് വരുന്നു എങ്ങോട്ട് പോകുന്നു എന്ന് അറിയുന്നില്ലെന്ന് ബൈബിൾ തന്നെ വചനം തന്നെ പറയുന്നുണ്ട്. Within the scriptures itself we read that a normal wind, nobody knows where it comes from or where it goes. പക്ഷേ ആ അധ്യായത്തിൽ കാറ്റിനെ കുറിച്ച് പറയുന്നത് അത് ഒരു ദിവസത്തെ വഴി അങ്ങോട്ടും ഒരു ദിവസത്തെ വഴി ഇങ്ങോട്ടും ഇസ്രായേൽ പാളയത്തിൽ ചുറ്റിയടിക്കുകയാണ്. But we read that passage of scripture, and it's a very specific kind of wind that God had ordained, such that it was moving in the ways that God had commanded it to. പരിശുദ്ധാത്മാവിനെ സദൃശീകരിച്ചിരിക്കുന്ന ഒത്തിരി കാര്യങ്ങളിൽ ഒന്നാണ് കാറ്റിനെ കുറിച്ചുള്ളത്. Of the many symbolisms and the resemblances that the Holy Spirit takes, one is it symbolizes the wind. പരിശുദ്ധാത്മാവെന്ന കാറ്റ് ഇസ്രായേൽ പാളയത്തിൽ അടിച്ചപ്പോൾ അതിനകത്ത് ഒരു വലിയ നിറവ് കൊണ്ടുവരുവാനിടയായി തീർന്നു. And if you recognize that wind to be a symbol of the power of the Holy Spirit, when the wind of the Holy Spirit began to blow, there was a great work of God in action. കാടയുമായിട്ടാണ് ആ കാറ്റ് വന്നത്. That wind arrived with the quail that was necessary. നിങ്ങൾ ആ ഭാഗത്ത് ഇങ്ങനെ വായിക്കുന്നുണ്ട്, അവർ ഒരു പകലും ഒരു രാത്രിയും പിടിച്ചു. And hallelujah, we read a verse which says they gathered the quail for a day and a night. പിറ്റേന്നാൾ മുഴുവനും കാടയെ പിടിച്ചുകൂട്ടി എന്ന് എഴുതിയിരിക്കുന്നു. And they continued gathering all the next day. ആ വാക്യത്തിന്റെ വ്യക്തത എങ്ങനെയാണെന്ന് എനിക്കറിയത്തില്ല. ഒരു പകലും രാത്രി എന്ന് പറഞ്ഞപ്പോൾ 24 മണിക്കൂർ ഓക്കെയാ. See, I don't know what the intention of that verse is exactly, but if we consider it to be literal, then that's 24 hours if it's a day and a night. പിറ്റേന്നാളെന്ന് പറയുമ്പോൾ വേണ്ട 12 മണിക്കൂർ അങ്ങ് വിട്ടുകൊടുത്തരുത്. അതായത് 24 പകുതി കൊടുത്തോട്ടെ, പകലായിക്കോട്ടെ. അങ്ങനെയാണെങ്കിൽ ഒരു 36 മണിക്കൂറായിട്ട് ഈ കാറ്റൂടെ അടിക്കുക. And it says they continued for the next day also. So in our calculation, let's assume it's perhaps 12 hours, but that's 36 hours of continual gathering. നിങ്ങൾ ഞാൻ പ്രസംഗിക്കുന്നത് മനസ്സിലാക്കുന്നവർക്കായിട്ട് സ്വതന്ത്രം ചെയ്യാണ്. 36 മണിക്കൂറോളം ഏകദേശം, അതിൽ കൂടുതലുണ്ടാകാം, കുറച്ച് പിടിച്ചതാ. 36 മണിക്കൂറായിട്ട് ഈ കാറ്റ് പാളയത്തിൽ നിൽക്കുക. 36 hours the wind of the Lord has been present, manifesting itself in the camp of the Israelites. അതിനകത്ത് എഴുതി ഏറ്റവും കുറച്ചു പിടിച്ചവൻ 10 പറ പിടിച്ചു. And it says that the one who gathered the least was able to gather 10 homers. എത്ര ആത്മശക്തി സഭയെ വ്യാപരിച്ചാലും ഒന്ന് കൈയടിക്കാനോ സ്വപ്നം പറയാനോ അന്യഭാഷ പറയാനോ താല്പര്യമില്ലാത്ത കുറച്ചു പേർ എല്ലാ സഭയിലും കാണും. There are many people in churches who, hallelujah, despite the manifestation of the power of God and the presence of God in the place, they refuse to worship, they refuse to clap their hands, they remain complacent. ഒത്തിരി സ്വപ്നം ഒത്തിരി അന്യഭാഷയൊക്കെ പറയുന്നവരോട് താല്പര്യമില്ലാത്ത ഇതിനകത്തും കാണുമെന്ന് എന്റെ വിശ്വാസം. And I suppose that even amongst this gathering there are those of you who don't have an urge to worship and to praise. ഏറ്റവും കൂടുതൽ പിടിച്ചുകൂട്ടുന്ന കണ്ടാണ് അവസാനം ഇവൻ ഇറങ്ങിയത്. അവന് കിട്ടി 10 പറ. And hallelujah, they are the ones who watch everybody else gather and experience the power of the Holy Spirit, but even he was able to gather 10 homers. ഏറ്റവും കൂടുതൽ പിടിച്ചവൻ എന്നാ കിട്ടിയെന്നൊന്നും വചനത്തിൽ എഴുതിയിട്ടില്ല. The word of God doesn't specify how much the one who gathered the most has received. ഇന്ന് പകൽ ആത്മസാന്നിധ്യത്തിന് വേണ്ടി നീ നിന്നെ ഒന്ന് വിധേയപ്പെടുത്തിയാൽ അസാധാരണമായ ഒരു നിറവ് നിന്നോട് ബന്ധപ്പെട്ട മേഖലയിൽ ഉറപ്പായി സംഭവിക്കും. If you yourself are able to step out into the power of God, if you're able to step out in faith into the presence of the Holy Spirit, you will be able to gather up for yourselves the miracles, the powers, the deliverance of God that is available for you and I. ഇന്ന് പകൽ സഹോദരങ്ങളെ പരിശുദ്ധാത്മാവിന് നമുക്ക് വേണ്ടി അസംഭവ്യമെന്ന് തോന്നുന്ന മേഖലകളിൽ ചില ചെയ്യാൻ കഴിയുമെന്ന് ഇന്ന് പകൽ വിശ്വസിക്കണം. I want you to recognize and understand that there are situations in your life that you consider to be impossible, but the Holy Spirit says, I want to work in that aspect of your life. ആത്മാവിനോട് പറയും, ദൂതായി ഞാൻ വിളിച്ചു പറയുന്നു, ഇതെങ്ങനെ സംഭവിക്കുമെന്ന് ചോദിക്കുന്ന ചില വിഷയങ്ങളെ കർത്താവിന് ഈ മാസങ്ങളിൽ അസാധാരണമായ ചില വിടുതലുകൾ പകരാൻ ആത്മാവിന് പദ്ധതി ഉണ്ടെന്ന് ഇന്ന് മകൻ തിരിച്ചറിയണം. This is the message of the Lord that I want to call out to you. There are situations in your life where you don't know how you're going to move forward. You don't know what the solution is. You don't know what the next step is. But the Holy Spirit says you will be surprised at the work of the Lord in your life, because I have a great plan for you. I have a great purpose that I'm waiting to fulfill in your life. ചില വിടുതലുകൾ സംഭവിക്കട്ടെ.
ഇന്ന് പകൽ ചില പുതുവഴികൾ തുറന്നു വരട്ടെ. ആത്മാവ് ചില പ്രതിസന്ധികളെ ശാസിക്കട്ടെ. Let doors be opened. Let ways be opened. Let the Holy Spirit manifest itself. Amen. ഇന്ന് പകൽ വിശ്വാസത്തോടെ വേണം സ്തോത്രം ചെയ്യാൻ. You need to claim this in faith as we praise this morning. ഞാൻ വേഗത്തിൽ മെസ്സേജ് ക്ലോസ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുകയാണ്. I would like to conclude my words very quickly. പരിശുദ്ധാത്മാവ് നമ്മുടെ മേൽ വ്യാപരിച്ചാൽ ആത്മാവിന് അത്യന്തമായി ചില ചെയ്യാൻ കഴിയും. If the Holy Spirit comes upon us, there is great work that the power of God can do within us. ഞാൻ മുമ്പേ ഉദ്ധരിച്ചൊരു വാക്യമുണ്ട്. എഫെസ്യർ 1-ാം അധ്യായത്തിലെ വാക്യം. There is a verse in Ephesians chapter 1 that I mentioned earlier. അതിന്റെ 1:19 വായിച്ചത്. വിശ്വസിക്കുന്നവർക്ക് വേണ്ടി വ്യാപരിക്കുന്ന ശക്തിയുടെ അളവറ്റ വലിപ്പം ഇന്നതെന്ന് നിങ്ങൾ അറിയേണ്ടതിനും പ്രാർത്ഥിക്കുന്നു എന്ന് പറയുന്നത്. And it's in verse 19 of chapter 1 that we read that I would that you would understand the exceeding greatness of his power toward you who believe according to the working of his mighty power. എന്നിട്ട് അതിന്റെ അടുത്തൊരു വാക്യമുണ്ട്. 20-ാമതൊരു വാക്യം. And in verse 20 there's a particular phrase. ഇങ്ങനെ വായിക്കുന്ന അങ്ങനെ അവൻ ക്രിസ്തുവിലും വ്യാപരിച്ചു. The same way he worked in Christ. ന്യൂമറ്റോളജി ഒക്കെ പഠിപ്പിക്കും, പരിശുദ്ധാത്മ ശാസ്ത്രമൊക്കെ പഠിപ്പിക്കുമ്പോൾ പരിശുദ്ധാത്മാവിന്റെ ആളത്വം ഉറപ്പിക്കുന്ന ഒരു വാക്യമാണ് ആ വാക്യം. This is actually a passage that confirms the person and the being of the Holy Spirit. പരിശുദ്ധാത്മാവ് അവൻ ക്രിസ്തുവിലും വ്യാപരിച്ചു. The personhood of the Holy Spirit is revealed in this phrase. He manifested or worked in Christ. പൗലോസ് പറയാണ് എഫെസോസിലെ സഹോദരങ്ങളെ, എന്തോ സംഭവിച്ചു, അവരെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിച്ചു. And Apostle Paul says, dear Ephesians, you know what happened? He raised him from the dead. വാഴ്ചകൾക്കും അധികാരങ്ങൾക്കും കർത്തൃത്വങ്ങൾക്കും എല്ലാ നാമത്തിനും അത്യന്തം മീതെ അവനെ ഉയർത്തി. He was raised above all principalities and powers and dominions, and he was raised above them all. പൊങ്ങരുതെന്ന് ഉയരരുതെന്ന് വാരിച്ച ചില ശക്തികളുടെ നടുവിൽ ആത്മാവ് വ്യാപരിച്ചപ്പോൾ ആത്മാവ് അവനെ പൊക്കി. There were powers that said that you cannot raise, that you must stay down, that you must be trampled, that it is over, that there is nothing more for you. But the Holy Spirit came into that place and said, I will raise you up. ഇന്ന് പകൽ വിശ്വസിക്കണം, ലോകശക്തി ഒന്നടങ്കം നിന്നെ ഉയർത്തെഴുന്നേൽപ്പിനെതിരെ, നീ പൊങ്ങുന്നതിനെതിരെ, നിന്നെ ലിഫ്റ്റപ്പ് ചെയ്യുന്നതിനെതിരെ പോരാടി നിന്നാലും ആത്മാവ് ആ തടസ്സങ്ങൾക്കപ്പുറേ വ്യാപരിക്കാൻ ശക്തി ഉണ്ടാവും. I want you to understand one thing. If all the world gathers itself behind you and in one accord they say that we will keep you down, we will tie you up, we will trample you, we will keep you down in the floor, we will not let you rise, the Holy Spirit says, I will come into that place and I will lift you up. Amen. എൻ്റെ വാക്കുകൾ അവസാനിക്കില്ല, 5 മിനിറ്റ് ഉള്ളൂ. ഞാൻ വേഗത്തിൽ ഒന്നൊന്ന് ആരാധിച്ച് ഒന്ന് നിർത്തണം എന്നൊക്കെ ആഗ്രഹം. ഓക്കെ മതി. പരിശുദ്ധാത്മാവിന് പറയാതെ നമുക്ക് കാലം പറയട്ടെ. പ്രൈസലോ. നോക്കിയേ, യേശുവിനെ നോക്കിക്കൊണ്ട് ഈ ശാസ്ത്രിമാരും പരീശന്മാരും മഹാപുരോഹിതന്മാരും ഒക്കെ പിലാത്തോസിന്റെ അടുക്കൽ ദൂതന്മാരെ അയച്ചു പറയുന്ന ഭാഗം നമ്മൾ സുവിശേഷത്തിൽ വായിക്കുന്നു. We read in the Gospels that the Sadducees, Pharisees, high priests and the religious leaders sent message to Pilate because they wanted to speak to Pilate about certain things concerning Jesus. അവരോട് പറയാണ്, ഇവൻ 3 ദിവസം കഴിഞ്ഞ് ഉയർത്തെഴുന്നേക്കുമെന്ന് ഇവർ ശിഷ്യന്മാരോട് പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് കാവൽ ഉറപ്പാക്കാനായിട്ട് സൈന്യത്തെ വിട്ടുതരണം. And so the message that they sent is this: he has spoken while he was alive that 3 days after his death he will rise again. So you must commission your army, you must commission the military so that they would stand guard of his tomb. ആ കാലത്തെ ലോകത്തിൽ കിട്ടാവുന്നതിൽ ഏറ്റവും ഉറപ്പുള്ള സൈന്യമാണ് റോമാ സൈന്യം. At that time the greatest power that the world had known is the Roman Empire. പിലാത്തോസ് അതിന്റെ ഒരു ഗ്രൂപ്പിനെ, ഒരു വിങ്ങിനെ ഇവർക്ക് വേണ്ടി വിട്ടുകൊടുത്തു. And we see there that the leader Pilate, he commissions a certain wing or a division for that particular purpose. എന്നിട്ട് അവരോട് പറഞ്ഞു, നിങ്ങളാൽ ആവോളം ഉറപ്പിച്ചോളാൻ പറഞ്ഞു. And he said to them, you can do as much as you like, you can secure it as best you can. നോക്കി, അവിടെ ആ വാതിലിന് വലിയൊരു കല്ലുരുട്ടി വെച്ച് റോമൻ ഇമ്പീരിയൻ മുദ്രയൊക്കെ കുത്തി കാവൽ ശക്തമാക്കി, അവരാൽ ആവോളം കാവൽ ഉറപ്പാക്കി. And we noticed there, they went, they set the guards, they posted the centurions in place, they sealed the tomb, and they did all that they can to secure and seal the tomb. ഇന്ന് പകൽ ഞാൻ ആത്മനിയോഗത്തോട് കാര്യം പറയാം. ലോകത്തിന്റെ ഏത് അധികാരങ്ങൾ നിനക്കെതിരെ ശക്തമായി പ്രതിസന്ധി ഒരുക്കിയാലും നിനക്ക് വേണ്ടി വ്യാപരിക്കുന്ന ആത്മാവിന് അതിനൊക്കെ മീതെ ശക്തിയുണ്ടെന്ന് ഇന്ന് പകൽ തിരിച്ചറിയണം. I want to tell you one thing this morning. It doesn't matter what powers of this world, what powers of the dark realm
thorns have gathered their, hallelujah, armory against you, have tried to band against you, it does not matter, because if all the world comes against you, the power of the Holy Spirit. നിനക്കും എനിക്കുമെതിരെ തടസ്സമുണ്ടാക്കുന്ന ശക്തി അധികാരമുള്ളവരായിരിക്കാം, സ്വാധീനമുള്ളവരായിരിക്കാം, എന്നാൽ ഇന്ന് നമ്മിൽ വ്യാപരിക്കുന്ന ആത്മാവിന് അതിനൊക്കെ എത്രയോ മീതെ ശക്തി ഉണ്ടെന്ന് തിരിച്ചറിയണം. Those who come against you may be powerful, they may have influence, they may be wealthy, they may be in high positions, but you need to recognize how much greater, how exceedingly abundantly greater is the power of the Holy Spirit at work within your members. ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് ചിലരോട് ദൂത് പറയുക, നീ തടസ്സത്തെയല്ല കാണേണ്ടത്, ഇന്ന് പകൽ നിനക്ക് വേണ്ടി വ്യാപരിക്കുന്ന ആത്മശക്തിയാണ് തിരിച്ചറിയേണ്ടത്. Oh, to some people here, the Holy Spirit wants to remind you, do not focus on the challenge before you, do not focus on the impossibility, don't think about the logistics, instead cast your eyes to the power of the Holy Spirit, the exceeding abundant power of the Holy Ghost. ഇപ്പോൾ ചില പ്രതിസന്ധികൾ മാറട്ടെ, ഇപ്പോൾ ചില പ്രതികൂലങ്ങൾ മാറട്ടെ. Holy Spirit, move in this place, move in this place, Lord. ചെറുക്ക് ഉറപ്പ് തരികയാണ്, നീ പകൽ ക്ഷീണിച്ചു പോകരുത്, നിന്റെ വിഷയത്തിന്റെ മേൽ ആത്മാവിടപെടാൻ പോകുക, നിന്നോട് പറഞ്ഞ ദൂത് നിവൃത്തിയാകാൻ പോകുക, നിന്റെ പിതാവിനോട് പറഞ്ഞ ദൂത് നിവൃത്തിയാകാൻ പോകുക, നിന്റെ കുടുംബത്തിൽ വെളിപ്പെടേണ്ട ദൈവപ്രവൃത്തി അതിന് നീണ്ടു പോകത്തില്ലെന്ന് ആത്മാവിന്റെ പകൽ ഉറപ്പ് തരികയാണ്. The Spirit of the Lord wants to remind you today that the promises upon your life are not vanity. They have not fallen into the wind. The promises that are spoken over your family, the plans of God over your life, the promises that you have heard with your own ears, they will come to pass. They will come to pass. It looks impossible. You do not know how. You do not know where. You do not know when. But the power of the Holy Ghost says, I can do all things. Hallelujah. Amen. ഞാൻ നീട്ടുന്നില്ല, പ്രൈസലോൺ. സമയം പാലിക്കണം നിർബന്ധമുള്ള ഒരാളാണ് ഞാൻ, പ്രൈസലോൺ. അപ്പോൾ നമുക്ക് കാലം എനിക്ക് ട്രാൻസ്ലേഷനും കൂടെ ഉള്ളതുകൊണ്ട് ഞാൻ മെസ്സേജിൻ്റെ ഒരു ഭാഗത്താണ് പ്രസംഗിച്ചോളെന്ന് എനിക്കറിയാം. പക്ഷേ ഇന്ന് ദൈവാത്മ പറയുന്ന ദൂതുണ്ട്. ഞാൻ ഇന്നലെയും കഴിഞ്ഞ ദിവസങ്ങളൊക്കെ മീറ്റിങ്ങിനോട് പ്രാർത്ഥിച്ചപ്പോൾ ഈ വചനം പ്രസംഗിക്കാൻ ദൈവം എനിക്ക് നിയോഗം. ഞാൻ ആദ്യം പ്രസംഗിക്കുന്ന വാക്യമായിട്ടൊന്നും നിങ്ങൾ ചിന്തിക്കരുത്. പരിശുദ്ധാമ ഞങ്ങൾ 41 വർഷമായിട്ട് ഞാൻ സഭാ പാസ്റ്ററാണ്. ഏത് പ്രസംഗിക്കണം എന്നുള്ള ഒരു സഭയിൽ പോകുമ്പോൾ ഞങ്ങൾക്കുള്ള പ്രശ്നം. പക്ഷേ ദൈവാത്മാവ് എന്നോട് പറഞ്ഞ വചനമാണ് എനിക്കറിയാം. ഇന്ന് പകൽ പരിശുദ്ധാത്മ പറഞ്ഞ ചില തടസ്സങ്ങൾ മുമ്പിലുണ്ടെങ്കിലും തടസ്സത്തിനപ്പുറം ദൈവത്തിന് ചില വിടുതലുകളുണ്ട്. This is a specific message that I received from the Holy Spirit as I was praying and preparing for this gathering, as I was praying and preparing for today's meeting, because the Spirit told me that there is somebody here, there is someone here, there are people here who need to hear this message, that you see the impossibilities before you. I don't know the circumstances that you're going through, I don't know the problems that you face, I don't know the mountain before you, but the Holy Spirit says that I can turn your impossibilities into. Amen. തടസ്സം നിൽക്കുന്നത് അധികാരമുള്ളവരാണ്. Those who stand against you are those in power. മുദ്ര വെച്ചിരിക്കുന്നത് റോമൻ ഇംപീരിയൽ മുദ്രയാകാം. The seal may be the very seal of the Roman Empire. പക്ഷേ പൗലോസ് പറയാണ് അവൻ ക്രിസ്തുവിലും വ്യാപരിച്ചു. But Apostle Paul says he worked in Christ. ഇന്ന് പകൽ ആ ആത്മാവ് എനിക്ക് വേണ്ടി വ്യാപരിക്കും. And can we say that same Spirit will work in my life? ആ ആത്മാവാണ് നമ്മുടെ ഇടയിൽ ഇന്ന് പകൽ വ്യാപരിക്കുന്നത്. It is that Spirit of God that manifests itself among us today. പൗലോസ് പറയാണ് എനിക്ക് ആ പുനരുത്ഥാനത്തിന്റെ ശക്തിയെ അല്പം കൂടെ ഒന്ന് അനുഭവിച്ചറിയണം. Apostle Paul says I want to experience the power of his resurrection a little more. സഹോദരങ്ങളെ, നിങ്ങൾ പരിശുദ്ധാത്മാഭിഷേകം പ്രാപിച്ചവരായിരിക്കാം. Dear children of God, you may have experienced and received the anointing of the Holy Spirit. നിങ്ങൾക്ക് ശുശ്രൂഷകൾക്കായി ദൈവം ചില മിനിസ്ട്രികൾ
ദൈവം നിങ്ങളുടെ മേൽ ഫലമേൽപ്പിക്കപ്പെട്ടവരായിരിക്കാം. Perhaps you may be individuals who have the appointing for certain ministries. എന്നെയും പാസ്റ്ററെയൊക്കെ പോലെ ദീർഘവർഷങ്ങളായി ശുശ്രൂഷ പരിചയങ്ങളിലായിരിക്കുന്നവരായിരിക്കാം. Just like Pastor and I, you may be individuals who have many years of experience in ministry. പക്ഷേ ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് ഓർപ്പിക്കുന്ന പൗലോസിനെ പോലെ എത്ര പേർ ആഗ്രഹിക്കും, കർത്താവേ എനിക്ക് അല്പം കൂടെ ആ ശക്തി ഒന്ന് അനുഭവിച്ചറിയണം, എത്ര പേർ ആഗ്രഹിക്കുന്നു? But like Apostle Paul, how many of us can say, Lord, I want to know a little more. I need a little more of the power of your resurrection. I want to know it a little more, Lord. ഇന്ന് പകൽ എൻ്റെ മേൽ ആത്മസാന്നിധ്യം അല്പം കൂടെ ഒന്ന് പകരണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ നമുക്ക് ഒരുമിച്ച് ഒരു നിമിഷം എഴുന്നേറ്റ് നിൽക്കാം. Could we just rise to our feet for a moment as we ask the Lord in prayer? Father, I want to experience once more a little more of the power of your Holy Spirit. കണ്ണുകൾ അടച്ചാട്ട് ഇന്ന് പോലെ എത്ര പേർ ആഗ്രഹിക്കുന്നു, എൻ്റെ മേൽ കർത്താവ്, എൻ്റെ മേൽ. ഞങ്ങൾ തീർച്ചയായിട്ടും വിശ്വസിക്കും ഞങ്ങളിൽ ദൈവം പകർന്നൊരു അഭിഷേകത്തിന്റെ കൃപയുണ്ട്, പരിശുദ്ധാത്മാ ഞങ്ങളുടെ പറഞ്ഞൊരു ശുശ്രൂഷയുണ്ട്. ഇന്ന് പകൽ ഞാനൊരു പക്ഷേ നിങ്ങളെ ആരെ ടച്ച് ചെയ്തെന്നോ വരത്തൊന്നുമില്ല. ആത്മനിയോഗത്തോടെ ഞാൻ പ്രാർത്ഥിക്കാം. ഒരു നിമിഷം പ്രാർത്ഥിച്ചാട്ട് എത്ര പേർ ആഗ്രഹിക്കുന്നു, കർത്താവേ എൻ്റെ മേൽ ഇന്ന് പകൽക്കാലം ഒരു അസാധാരണമായ ദൈവീയ സാന്നിധ്യം പകരണമേ. എത്ര പേർ ആഗ്രഹിക്കുന്നു? ഒരുമിച്ച് കരങ്ങൾ അടിച്ചാട്ട് ഒരു പക്ഷേ ഇന്ന് പകൽ ഒരു ശരീരത്തിൽ ഒരു വ്യത്യസ്ത സ്പർശനം, അതൊരു പക്ഷേ അല്പം ചൂട് പോലെ ആയിരിക്കാം, അല്പം തണുപ്പ് പോലെ ആയിരിക്കാം, ആത്മാവിന്റെ ഒരു വലിയ ശക്തീകരണമായിരിക്കാം. നിന്റെ ശരീരത്തെ സ്വാധീനിക്കുന്ന ഒരു ആത്മസ്പർശനം ഇന്ന് പകൽ ദൈവാത്മാ കൽപ്പിക്കാൻ പോകുക. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ അതിന്റെ മകൾ സൗഖ്യമായി വ്യാപരിക്കട്ടെ, അതിന്റെ മകൾ അത് ബലമായി വ്യാപരിക്കട്ടെ. ചില മിനിസ്ട്രിക്കുള്ള പുതിയൊരു അനോയിന്റിംഗ് ആയി, പുതിയൊരു അനോയിന്റിംഗ് ആയി. Holy Ghost,